Today we had a scripture which is talking about the Great Commission in the Gospel of Matthew chapter 28. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ വലിയൊരു കൊയ്ത്തിനെക്കുറിച്ചുള്ള നല്ലൊരു വാക്യം നമ്മൾ വായിക്കുവാനിടയായി. And the Lord Jesus has commanded, and Jesus said, all authority in heaven and on earth has been given to me, therefore go and make disciples of all nations. സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കി. The Lord has commanded, all authority is given unto me, so I am sending you, you just go. കർത്താവ് പറയുകയാണ്, എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ പോവുക എന്ന് പറയുകയാണ്. Go to the whole world and preach the gospel. ലോകത്തിലെല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിപ്പീൻ. It's important to go, it's important to move, go forward. നമ്മൾ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുകയാണ്. Generally all of us like to be in comfort zones where it is comfortable for all of us. നമുക്കെല്ലാവർക്കും സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ തങ്ങിയിരിക്കാനാണ് നമ്മൾ സാധാരണ ആഗ്രഹിക്കുന്നത്. We like our language, we like our culture, we like our food, and it's very tough for us to leave it and go to some other places. നമ്മുടെ ഭാഷ, നമ്മുടെ സംസ്കാരം, നമ്മുടെ ആഹാര രീതി, ഇതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. ഇതൊക്കെ വിട്ടിട്ട് ദൂരെ പോകാൻ നമുക്ക് വലിയ കഷ്ടമായിരിക്കും. But the Lord is asking us to go. എന്നാൽ ദൈവം നമ്മളോട് പറയുന്നു, നിങ്ങൾ പുറപ്പെട്ടു പോവുക. When you come to the Gospel of John chapter 15, there also you see the great command, you go and bear fruit. യോഹന്നാൻ 15-ാം അധ്യായത്തിലും വായിക്കുന്നത് നിങ്ങൾ പോയി ഫലം കായ്ക്കുക എന്നുള്ളതാണ്. We are supposed to move from the comfort zones and we are supposed to reach the nations. നമുക്ക് സൗകര്യപ്രദമായ സ്ഥലങ്ങൾ വിട്ടിട്ട് ദൈവം നമ്മളെ അയക്കുന്ന മറ്റ് സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. I will encourage all the graduates to take it as a challenge, the Great Commission of the Lord. ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന എല്ലാവരെയും ഞാൻ ശക്തമായി ആഹ്വാനം ചെയ്യുന്നത്, ദൈവം നിങ്ങളെ അയക്കുന്ന സ്ഥലത്ത് പോകുവാൻ നിങ്ങൾ തയ്യാറാകണം. When we are teaching and preaching in the place where the gospel is being preached for years together, decades together, you should know in our India there are many places the gospel have never reached, ever reached, even with one preaching or things like that. നമ്മൾ ധാരാളം വർഷമായി ഒരേ സ്ഥലത്ത് തന്നെ പ്രസംഗിക്കുന്നു, ഒരേ സ്ഥലത്ത് തന്നെ ശുശ്രൂഷിക്കുന്നു. എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ കാര്യം നമുക്കറിയാം, ധാരാളം സ്ഥലങ്ങൾ ഒരിക്കൽ പോലും യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ കാണുന്നു. I do live in Calcutta for the last 22 years. ഞാൻ കഴിഞ്ഞ 22 വർഷമായി കൽക്കട്ടയിൽ താമസിക്കുകയാണ്. Very big state, West Bengal, with a 9 crores population. ഏതാണ്ട് 9 കോടി ജനങ്ങളുള്ള ഒരു വലിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 9 crores population in the state West Bengal. വെസ്റ്റ് ബംഗാളിൽ ഏതാണ്ട് 9 കോടി ആളുകൾ താമസിക്കുകയാണ്. And I live in a city where there is 2 crores 10 lakhs people living in Calcutta city. ആ കൽക്കട്ട സിറ്റിയിൽ 2 കോടി 10 ലക്ഷം ആളുകൾ അവിടെ താമസിക്കുകയാണ്. If you search in Google, you will find our city radius 205 kilometers radius. നിങ്ങൾ ഒരുപക്ഷെ ഗൂഗിളിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ആ പട്ടണത്തിന്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ 205 kilometers radius. 205 കിലോമീറ്റർ വിസ്തൃതി നമുക്ക് കാണാൻ സാധിക്കുന്നു. And gospel is properly not reached in many of those areas. എന്നാൽ സുവിശേഷം ആ സ്ഥലങ്ങളിൽ ഇതുവരെയും എത്തപ്പെട്ടിട്ടില്ല. Many states in India are having the same situation. ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. Gospel might have come to some area, but there are a lot of areas left which is unreached. ധാരാളം സ്ഥലങ്ങളിൽ സുവിശേഷം എത്തിയിട്ടുണ്ടായിരിക്കാം, എന്നാൽ അതുപോലെ സുവിശേഷം മറ്റു പല സ്ഥലങ്ങളിലും എത്തപ്പെട്ടിട്ടില്ല. I will request you to have a vision about such places and reach the people group. എന്നാൽ ഈ സുവിശേഷത്തെ ഇതുപോലെ മറ്റ് സ്ഥലങ്ങളിലും കൊണ്ടെത്തിക്കുവാൻ, മറ്റ് ഗ്രൂപ്പുകളിലും കൊണ്ടെത്തിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. The Lord is asking us to go.
കർത്താവ് നമ്മളോട് പറയുന്നു, നിങ്ങൾ പുറപ്പെട്ടു പോവുക. In 1985, when I was a first year theology student at Kirillam Peniel Bible Seminary, 1985 ഞാൻ ആദ്യമായി കീഴിലം പെനിയൽ സെമിനാരിയിൽ സ്റ്റുഡന്റ് ആയിരിക്കുന്ന സമയത്ത് we used to sing a song. ഞങ്ങൾ ഒരു പാട്ട് ഇങ്ങനെ പാടാറുണ്ട്. We used to sing a song always. ഞങ്ങൾ ഈ പാട്ട് സാധാരണ ഇങ്ങനെ എപ്പോഴും പാടാറുണ്ട്. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, സിഖുകാർ, ബുദ്ധന്മാർ 82 കോടി നശിപ്പവർ രക്തത്തെ നമ്മോട് ചോദിക്കും മൗനമായിരിക്കാതെ, മൗനമായിരിക്കാതെ നിങ്ങൾ ശാന്തരായി ഉറങ്ങാതെ. ഇത് ചിന്തിപ്പാൻ നേരം, പ്രവർത്തിപ്പാൻ നേരം മൗനമായിരിക്കാതെ. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, സിഖുകാർ, ബുദ്ധന്മാർ 82 കോടി. We were singing in 1985. 1985 ഈ പാട്ട് ഞങ്ങൾ പാടുമായിരുന്നു. And we were singing 82 crores. 82 കോടി. 82 കോടി ഹിന്ദുക്കൾ, മുസ്ലിംസ് ഉണ്ടെന്നുള്ള പാട്ട് അന്ന് ഞങ്ങൾ പാടുമായിരുന്നു. If I want to sing that song this year, I have to edit it 147 crores. ഇന്ന് ആ പാട്ട് പാടണമെങ്കിൽ 100 കോടി 147 കോടി എന്ന് അത് മാറ്റി പാടേണ്ട ഒരു സമയം വന്നിരിക്കുകയാണ്. എഡിറ്റ് ചെയ്ത് പാടേണ്ടി വരും. അത് എഡിറ്റ് ചെയ്ത് പാടേണ്ടി വരും. The population has been increased like anything. ഇന്ന് ജനസംഖ്യ ധാരാളം വർദ്ധിച്ചിരിക്കുകയാണ്. And the Christian population remains the same. എന്നാൽ ക്രിസ്തീയ ജനസംഖ്യ പണ്ടത്തതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. We need to do hard work in these days. ഈ ദിവസങ്ങളിൽ നമ്മൾ നല്ല കഠിനാധ്വാനം ചെയ്യുന്നവരായിരിക്കണം. Some of the graduates should move from your places and go to the unreached states of India. ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന ചിലർ ഈ സ്ഥലം വിട്ടിട്ട്, നിങ്ങളുടെ സ്ഥലം വിട്ടിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. It not be that easy to work in many parts of the world. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെ പോകുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. I took that challenge in that song and I moved to North India in 1989. ഞാൻ ആ പാട്ടിനെ ഒരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് 1989 ഞാൻ വടക്കേ ഇന്ത്യയിലേക്ക് പോകുവാനിടയായി. Though I had to come back to Kerala for a couple of years, I am living in North India for the last 30 plus years. എന്നിട്ട് വീണ്ടും കേരളത്തിലേക്ക് എനിക്ക് മടങ്ങി വരേണ്ടതായിട്ടുണ്ടായി. എങ്കിലും കഴിഞ്ഞ 39 വർഷമായി വടക്കേ ഇന്ത്യയിൽ ഞാൻ ജീവിക്കുകയാണ്. So this evening we are going to think about a particular portion where the Lord has sent an evangelist to a particular place. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവം പറഞ്ഞിരിക്കുന്ന ചില പ്രത്യേകമായ ഒരു സ്ഥലം, പ്രത്യേകമായ രീതിയിൽ പോകാൻ പറഞ്ഞ കാര്യങ്ങളെ Let us കുറിച്ചാണ്. turn our attention to the book of Acts chapter 8 and verse 26. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 26-ാം വാക്യത്തിലേക്ക് നമ്മുടെ ചിന്തകളെ Acts കൊണ്ടുവരാം. of the Apostles chapter 8 and verse 26. 8-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 26-ാമത്തെ വാക്യം. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്ക് നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകരുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരൂശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയില്ല. It's a very familiar incident for all of us. ഇത് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ It's not a story, it's an incident. ഇത് ഒരു കഥയല്ല, ഇതൊരു സംഭവമാണ്. Here we read, now the angel of the Lord said to Philip, go south to the road, നമ്മൾ അവിടെ വായിക്കുന്നത് the desert road that goes down from Jerusalem to Gaza. ഗസയ്ക്കുള്ള ആ വഴിയിലേക്ക് പോകാൻ വേണ്ടി ദൈവം തന്റെ ദൂതനെ അയച്ച് ഫിലിപ്പോസിനോട് പറയുകയാണ്. The Lord said, the angel said, you just go towards Gaza, which is a lonely place, desert, and you need to do something there. ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക്, മരുഭൂമിയിലേക്ക് നീ പോ, അവിടെ നിന്നെ കൊണ്ട് എനിക്കൊരു കാര്യമുണ്ടെന്ന് ദൈവം പറയുകയാണ്. The Lord is asking us to go to a desert place. We will teach our Lord, why should I go there? No population, no people, hardly 1 or 2 families there. Why should I go? I go to some
some other place, we will give classes to the Lord Jesus. അപ്പൊ ദൈവം നമ്മളോട് ഒരു മരുഭൂമിയിൽ സുവിശേഷ വേലയ്ക്ക് പോകാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ദൈവത്തോട് പറയും, അവിടെ എന്തിനാണ് പോകേണ്ടത്, അവിടെ ആളുകളില്ലല്ലോ, അവിടെ എന്ത് ചെയ്യാൻ എന്ന് ദൈവത്തെ നമ്മൾ പഠിപ്പിക്കുവാൻ തുടങ്ങും. But Philip was willing to obey the commandment of the angel. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞ കാര്യം അതുപോലെ അനുസരിക്കുവാൻ ഫിലിപ്പോസ് തയ്യാറാകുകയാണ്. Decided to go to Gaza. ആ ഗസയിലേക്ക് അവൻ പോകുവാൻ തയ്യാറായി. And he knew that even the angel said it is a lonely place, but you have to go. അദ്ദേഹത്തിന് അറിയാം ദൂതൻ പറഞ്ഞ സ്ഥലം ഒരു വിജനമായ സ്ഥലമാണ്, എങ്കിലും അവിടെ പോകണം. I will tell you, my dear brothers and sisters, if the Lord is asking us to go to a particular place, we should be ready to go. ഇന്ന് പകലിൽ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ദൈവം നിങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് പോകാൻ നിയോഗം തന്നാൽ നിങ്ങൾ അവിടെ പോകുന്നവരായിരിക്കണം. You should know the will of God in our life. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം നമ്മൾ We മനസ്സിലാക്കുന്നവരാകണം. need to be there where God wants us to be. ദൈവം പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെന്നെത്തണം. We need to be there where God wants us to be. നമ്മളെ ദൈവം ആക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് നമ്മൾ Then ആയിത്തീരണം. only the Lord can use you. എങ്കിലേ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ It may കഴിയത്തുള്ളൂ. not be your plan, but it will be the will of God. ഒരുപക്ഷെ നിങ്ങളുടെ പദ്ധതി അതായിരിക്കത്തില്ല, എന്നാൽ ദൈവത്തിന്റെ പദ്ധതി And അതാണ്. as he was traveling, he found a chariot coming, and in the chariot there was a great man sitting. നമ്മൾ അവിടെ വായിക്കുന്നത് അദ്ദേഹം ആ സ്ഥലത്തെത്തിയപ്പോൾ ഒരു രഥം വരികയാണ്, ആ രഥത്തിൽ ഒരു മനുഷ്യനിരിക്കുന്നു. And everyone knows the story. The angel of the Lord said, "Go closer to the chariot." എല്ലാവരും നമ്മൾ വായിക്കുന്ന ഒരു കഥയാണ്, ആ രഥത്തിന്റെ ചേർന്ന് നടക്കുന്ന ഒരു കഥ. I believe that the chariot must have some 4 wheels, big round wheels. ഞാൻ ചിന്തിക്കുന്നു ആ രഥത്തിന് ഒരു 4 റൗണ്ട് ചക്രങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. And the chariot must have been pulled by minimum 1 horse. Sometimes it can be 2 horses. ഒരുപക്ഷെ ഈ രഥത്തെ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു കുതിരയോ അല്ല 2 കുതിരയോ ഉണ്ടായിരുന്നിരിക്കാം. When the big wheels run slowly, and when the horses walk slowly, it will be almost like a running, and the evangelist might have been running along with the chariot, I believe. ഒരുപക്ഷെ ഈ രഥം ഇങ്ങനെ കുതിരകൾ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അല്പം സ്പീഡായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കാം. ആ സ്പീഡിനനുസരിച്ച് ഈ സുവിശേഷകനും അതോടൊപ്പം സഞ്ചരിക്കുകയാണ്. When the Lord asked him to go closer and walk along with, he must have been running along with the chariot, and he must have been talking with the minister who was sitting inside the chariot. ആ രഥത്തിന്റെ കൂടെ ചേർന്ന് നടക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഈ സുവിശേഷകൻ ആ രഥത്തിലിരിക്കുന്ന ആളിന്റെ കൂടെ ഇങ്ങനെ കൂടെ സഞ്ചരിക്കുകയാണ്. And since he is the minister, financial minister of the country, he was in a full setup, and he never stopped. He was listening for sure, but he did not stop. അദ്ദേഹം ആ രാജ്യത്തിലെ ഫിനാൻസ് മിനിസ്റ്റർ ആണ്, അദ്ദേഹം ഇത് കാണുന്നുണ്ട്, എങ്കിലും അദ്ദേഹം നിർത്താതെ മുന്നോട്ട് പോവുകയാണ്. But at a particular moment, the eunuch, the minister, asked to stop the chariot and asked him to get into the chariot and be seated along with him. അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ മന്ത്രി ആ രഥം നിർത്താൻ പറയുന്നു, തന്റെ കൂടെ ഇങ്ങനെ വരുന്ന ആ സുവിശേഷകനെ അവിടെ ഇരിക്കാൻ പറയുകയാണ്. And you should know, when the Lord is asking you to go to some places, the Lord will lift you up and he will honor you with certain things. നിങ്ങളോട് ദൈവം ഒരു സ്ഥലത്ത് പോകാൻ പറഞ്ഞാൽ ആ സ്ഥലത്ത് ദൈവം നിങ്ങളെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തി നിങ്ങളെ മാനിക്കുന്നവനായ ഒരു ദൈവമാണ്. He is honored to be seated along with the financial minister of that country. ദൈവം ആ മനുഷ്യനെ ആ രാജ്യത്തിലുള്ള സാമ്പത്തിക ഫിനാൻഷ്യൽ മന്ത്രിയോടുകൂടെ ഇരുത്തി അദ്ദേഹത്തെ മാനിക്കുകയാണ്. Once I got a chance to travel in a state government car for some 10 kilometers. ഒരിക്കൽ ദൈവം എനിക്കൊരു ഭാഗ്യം നൽകി സ്റ്റേറ്റ് കാറിലിരുന്ന് ചില കിലോമീറ്ററുകൾ സഞ്ചരിക്കുക. I felt it as a great joy, and I was just checking someone is watching me who is known to me, that I am traveling in a government red board car. അപ്പോ ആ സ്റ്റേറ്റ് കാറിൽ ചുവന്ന ബോർഡ് വെച്ച് ആ കാറിനകത്തിരിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നി. ഞാൻ പുറത്തേക്ക് നോക്കി, ആരെങ്കിലും എന്നെ കാണുന്നുണ്ടോ എന്ന്. In the
world, we consider it as a great joy to get such chances with the ministers and all. ചില സമയം മന്ത്രിമാരുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഒരു പദവിയായിട്ട് നമ്മൾ കാണാറുണ്ട്. In Kerala last week, 3 days ago, our state got new chief minister. കേരളയിലെ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് പുതിയ ചീഫ് മിനിസ്റ്റർ ഞങ്ങൾ കിട്ടുവാനിടയായി. Mr. V.D. Sadishan. മിസ്റ്റർ V.D. സതീശൻ. And I called my friend who is in Congress party in Delhi. I said I should get a chance to have a picture with him. I just want to meet him at Kerala House. I want to come. ഡൽഹിയിലുള്ള കോൺഗ്രസിൽ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കേരള ഹൗസിൽ വരുമ്പോൾ അദ്ദേഹവുമായിട്ട് നിന്നൊരു ഫോട്ടോ എടുക്കേണ്ട ഒരു അവസരം എനിക്ക് ഉണ്ടാകണം. He said, sir, it is very simple thing. We just plan, we will do it. അദ്ദേഹം പറഞ്ഞു, സാറേ അത് വളരെ പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് പ്ലാൻ ചെയ്യാം, അത് ചെയ്യാം. And today it is 16th May. ഇന്ന് മെയ് 16-ാം തീയതിയാണ്. And in this month it was my 13th flight journey. ഇത് എന്റെ 13ാമത്തെ ഫ്ലൈറ്റ് യാത്രയാണ് ഈ മാസം. And this morning when I was in Kochi, 9 o'clock, V.D. Sadishan came and we were in the same flight. ഇന്ന് രാവിലെ 9 മണിക്ക് ഞാൻ കൊച്ചി വിമാനത്താവളത്തിൽ ഇരിക്കുമ്പോൾ V.D. സതീശൻ വന്നു, ഞങ്ങൾക്ക് ഒരുമിച്ച് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ. I just gave him hand and appreciated, congratulated him, and I said I am from Calcutta so and so. ഞാൻ കൽക്കട്ടയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും ഞാൻ നേർന്നു. And I said, you come to Calcutta, I am there for 22 years. ഞാൻ അവിടെ 22 വർഷമായിട്ടുണ്ട്, താങ്കൾ അങ്ങോട്ട് വരണമെന്ന് അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുവാനിടയായി. Professional politician, he said I will definitely come. അതെ, അദ്ദേഹം ഒരു പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻ ആണ്, ഞാൻ വരാം എന്ന് അദ്ദേഹം എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. And I took the pictures and put status in the WhatsApp and Facebook. Everything is filled with the V.D. Sadishan's photo. അപ്പൊ ഞാൻ ആ ഫോട്ടോ എടുത്ത് ഉടൻ തന്നെ സ്റ്റാറ്റസ് ഇട്ടു, ഫേസ്ബുക്കിൽ ഇട്ടു, ഇത് നിറച്ച് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തു. My friend promoted, Daniel sir promoted that picture and people were liking and commenting and I was enjoying. എന്റെ സുഹൃത്ത് ഡാനിയൽ സാർ അതിനെ പ്രൊമോട്ട് ചെയ്തു, ആളുകൾ ലൈക്ക് അടിക്കുന്നു, കമന്റ് ചെയ്യുന്നു, എനിക്ക് വളരെ സന്തോഷമുണ്ടായി. What I come to say is that here in the incident, Philip has been honored to be seated with the financial minister. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ വായിച്ച സംഭവത്തിൽ ഫിലിപ്പ് ആ മന്ത്രിയോടുകൂടെ യാത്ര ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് ഒരു ആദരവ് ഉണ്ടാകുവാനിടയായി. Sharing the gospel. അദ്ദേഹത്തിന് അവിടെ ഇരുന്നു കൊണ്ട് സുവിശേഷം പറയാൻ അവസരമുണ്ടായി. And in short, they reached a place where there is plenty of water and the minister asked the chariot to be stopped. ആ ധാരാളം വെള്ളമുണ്ടായിരുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആ രഥം നിർത്താൻ മന്ത്രി ആവശ്യപ്പെടുകയാണ്. And he said, I want to take baptism. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടേണ്ടതായിട്ടുണ്ട്. Meanwhile, the gospel has been explained well. ഇതിനകത്ത് വെച്ച് സുവിശേഷം നന്നായി പറഞ്ഞു കേൾപ്പിച്ചു. Keep the Bible and come, Pastor Edwin. He is also my friend, so I have the authority to call. So you are Philip the evangelist, pastor, okay? And I am eunuch, okay? And I am going to take baptism under you. Before baptism, you are praying for me, okay? Lift your hand and pray for me, okay? So the action, let them watch the action. How do you give? So see right now. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് the minister, finance minister is bowing head in front of evangelist Philip. ഇതാ അവിടുത്തെ രാജ്യത്തിലെ ഫിനാൻസ് മിനിസ്റ്റർ ആ ഒരു സുവിശേഷകന്റെ മുമ്പിൽ നിൽക്കുകയാണ്. He says, please give me baptism. സാറേ, എനിക്ക് സ്നാനം നൽകണം. Great honor to Philip the evangelist. ഇപ്പൊ നോക്കുക, ഫിലിപ്പോസിനെ സംബന്ധിച്ച് വലിയൊരു ആദരവ് ദൈവം അദ്ദേഹത്തിന് കൊടുക്കുവാനിടയായി. Got that chance. എങ്ങനെയാണ് ഈ ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചത്? He was ready to go to the place which is desert. The Lord opened the doors for him and he got the great privilege of baptizing a great man. ദൈവം പറഞ്ഞ സ്ഥലത്ത് പോകാൻ തയ്യാറായപ്പോൾ ഇതാ വലിയൊരു മനുഷ്യനെ സ്നാനപ്പെടുത്തുവാൻ ഒരു ഭാഗ്യം ദൈവം കൊടുക്കുകയാണ്. This is how the Lord can honor you if you obey the Lord. നിങ്ങൾ ദൈവത്തെ അനുസരിച്ചാൽ ദൈവം നിങ്ങളെ മാനിക്കും. The Lord will lift you. The Lord will honor you when you start obeying him. നിങ്ങൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാനും മാനിക്കുവാനും ഇടയാകും. Praise the Lord. Hallelujah. 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 Praise the Lord. And every pastor used to preach about that particular story.
ധാരാളം പാസ്റ്റർമാര് ഈ സംഭവത്തെ കുറിച്ച് പ്രസംഗിക്കാറുണ്ട്. After the baptism, the minister has got plenty of dresses because he has been returning from Jerusalem having plenty of pairs of dresses in the chariot. ആ രഥത്തിൽ ധാരാളം വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നിരിക്കാൻ കാരണം അദ്ദേഹം യെരൂശലേമിൽ ദേവാലയത്തിൽ ഒരു തീർത്ഥാടനം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. The poor evangelist, he just came out in the morning because the angel said just go. He was just with the same dress. Maximum he had a bag on his shoulder, some tracts. എന്നാൽ ഈ സുവിശേഷകനെ സംബന്ധിച്ച് ഒറ്റ ഡ്രസ് മാത്രമേ ഉള്ളൂ, ഇട്ടിരിക്കുന്ന ഡ്രസ്. രാവിലെ അദ്ദേഹത്തോട് ദൂതൻ പറഞ്ഞു നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ ആ വിളി കേട്ടിട്ട് അദ്ദേഹം വന്നിരിക്കുകയാണ്. Now he is with a wet dress. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഡ്രസ് നനഞ്ഞിട്ടുണ്ടാകാം. How can he travel with the wet dress? എങ്ങനെ വീണ്ടും ഈ രഥത്തിന്റെ കൂടെ ആ നനഞ്ഞ തുണിയോടുകൂടെ യാത്ര ചെയ്യും? And it is written, the angel of the Lord took him away and they met in some other place. The first flight journey ever mentioned in the word of God. Philip has been given a flight journey. എന്നാൽ ദൈവം തന്റെ ദൂതനെ അയച്ച് ഫിലിപ്പോസിനെ ഒരു സ്ഥലത്ത് നിന്നെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ ചിന്തിക്കുന്നു ബൈബിളിലെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര ഈ സുവിശേഷകനായ ഫിലിപ്പോസിന് ദൈവം കൊടുക്കുവാനിടയായി. What I come to say, the Lord can order you to different levels, from one level to the next level, and he can take you to the heights in your life and ministry. നിങ്ങൾ ദൈവത്തെ അനുസരിച്ചു കഴിഞ്ഞാൽ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് പടിപടിയായി നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. Hallelujah. 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 Only one thing is expected from you. You need to obey the Lord and you should be ready to go where the Lord is asking you to ഒറ്റ go. കാര്യം മാത്രമേ ഉള്ളൂ, ദൈവത്തെ അനുസരിക്കുക, ദൈവം പറയുന്നിടത്തേക്ക് പോകുവാൻ തയ്യാറാകുക. In my ministry, I had a lot of painful experiences of struggling and starving and facing crisis in my life. എന്റെ ജീവിതത്തിൽ ശുശ്രൂഷയിൽ ധാരാളം കഷ്ടപ്പാടിന്റെ അനുഭവങ്ങൾ എനിക്ക് I ഉണ്ടായിട്ടുണ്ട്. remember the days I used to walk several kilometers since I was not having 10 rupees or 20 rupees or 50 rupees in my hand. ഒരുപക്ഷെ 10 രൂപ 20 രൂപ 50 രൂപ ഇല്ലാത്തത് കാരണം കിലോമീറ്ററുകൾ നടന്നത് ഞാൻ But ഓർക്കുകയാണ്. I never quitted. ഒരിക്കലും ഞാൻ പിറുപിറുത്തില്ല. My father, I did not quitted, did not leave. എങ്കിലും ഞാൻ അത് ഉപേക്ഷിക്കുവാനിടയായില്ല. വിട്ടുപോയില്ല. I stayed in the ministry. ഞാൻ ശുശ്രൂഷയിൽ തന്നെ നിൽക്കുവാനിടയായി. And years later the Lord started honoring me. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ ആദരിക്കുവാൻ തുടങ്ങി. My father was a communist leader, and when I was born in 1968, my father was with the political zeal and he gave me the name Stalin. 1968 ഞാൻ ജനിക്കുന്ന സമയത്ത് എന്റെ പിതാവ് ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു, പ്രവർത്തകനായിരുന്നു. ആ ഒരു എനർജിയിൽ നിന്നാണ് എന്റെ പേര് സ്റ്റാലിൻ എന്ന് എന്റെ പപ്പ എനിക്ക് നൽകിയത്. Lenin, Stalin, Karl Marx and all. ലെനിൻ, സ്റ്റാലിൻ, കാൾ മാർക്സ് ഒക്കെ നിങ്ങൾക്കറിയാം. And he promoted, just like we promote our children to go to Sunday school, he promoted me to join in SFI, DYFI and all. നമ്മൾ പിള്ളേരെ സൺഡേ സ്കൂളിൽ പോകാൻ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ എന്റെ പപ്പ എന്നെ ഈ പാർട്ടി പ്രവർത്തനത്തിന് പോകാൻ പ്രോത്സാഹിപ്പിച്ചു. When I launched into the ministry, he was very unhappy and he never promoted me. ഞാൻ ശുശ്രൂഷയിൽ വന്നത് മുതൽ എന്റെ പപ്പ ഒട്ടും സന്തോഷവാനല്ല, അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ചില്ല. And as a result, I have to struggle a lot. അതുകൊണ്ട് ധാരാളം കഷ്ടപ്പാടുകളിൽ കൂടി ഞാൻ കടന്നുപോയി. But the time has come, the Lord is taking me across the globe for the last 25 years. എന്നാൽ കഴിഞ്ഞ 25 വർഷമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവം എന്നെ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. That is the grace of God on me when I started obeying Him. അത് ദൈവത്തിന് എന്നോടുള്ള ഒരു കൃപയാണ്, കാരണം ഞാൻ ദൈവത്തെ അനുസരിക്കുവാൻ തുടങ്ങി. Me and Dr. Daniel, we used to have our breakfast in Manila, then we used to have our lunch in Singapore, and we used to have our dinner in Kerala many times, not one or two times, several times. ധാരാളം സമയം പ്രിയ ഡാനിയൽ സാർ ഞാനും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് മാനിലയിലും അതോടൊപ്പം തന്നെ ഉച്ചഭക്ഷണം സിംഗപ്പൂരും വൈകിട്ടുള്ള അത്താഴം കേരളത്തിൽ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. Not one or two times, several times, crossing countries, crossing continents, crossing cultures. We are traveling and preaching the word of God. I just want to tell you, just obey the Lord, He will honor you. ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യങ്ങൾ ഇങ്ങനെ
അങ്ങനെ അത് കോണ്ടിനെന്റുകൾ ക്രോസ് ചെയ്ത് പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. A person who was not having 10 rupees in the pocket traveling across the globe just because he obeyed the Lord. I tell 10 you. രൂപ പോലും കയ്യിലില്ലായിരുന്ന ഒരു മനുഷ്യൻ ധാരാളം ഭൂഖണ്ഡങ്ങൾ സഞ്ചരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാണ്. Lord enabled me to preach in 28 states of India. ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങളിൽ പ്രസംഗിക്കുവാൻ ദൈവം എന്നെ Now I സഹായിച്ചു. know I am in Kanyakumari district. ഇന്ന് ഇപ്പോഴ് കന്യാകുമാരി ഇവിടെ In നിൽക്കുകയാണ്. 1993 I preached the whole Kashmir state. 93 ഞാൻ കാശ്മീർ മുഴുവൻ എനിക്ക് പ്രസംഗിക്കാൻ And in സഹായിച്ചു. America there are only 50 states. I preached in 27 states. അമേരിക്ക 50 സംസ്ഥാനങ്ങളുണ്ട്, 27 സംസ്ഥാനങ്ങളിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. I'm not just lifting my name, but from where I started and how the Lord has lifted me up, I'm just testifying. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയുകയല്ല, എന്നാൽ ഞാൻ എവിടെയായിരുന്നു, ഇന്ന് ദൈവം എന്നെ എങ്ങനെ ആക്കിയെന്ന് നിങ്ങളുടെ മുമ്പിൽ It's പറയുക. possible in every one of your life if you obey the Lord. നിങ്ങൾ ദൈവത്തെ അനുസരിച്ചാൽ ഇതുപോലെ ദൈവം നിങ്ങളെ മാറ്റിമറിക്കുവാൻ The Lord is asking you to go forward. ദൈവം നമ്മളോട് പറയുന്നത് മുന്നിലേക്ക് സഞ്ചരിക്കുക, Preach the word of God. ദൈവവചനം പ്രസംഗിക്കുക. It doesn't mean that people are not responding you. It's your duty. Simply go ahead preaching the word of God. ആളുകൾ ശ്രദ്ധിക്കുന്നോ ഇല്ലേ എന്നുള്ളതല്ല, നമ്മൾ മുന്നിലേക്ക് പോയി ദൈവവചനം There നന്നായി is a പറയുക. saying in English, it's not our task to bring all people unto Christ. Indeed, it is our task to bring Christ unto all people. എല്ലാവരെയും കൊണ്ടുവരിക എന്നുള്ളതല്ല, എന്നാൽ എല്ലാവർക്കും യേശുവിനെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ Let us ലക്ഷ്യം. carry Jesus unto the presence of the whole world, every people. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് യേശുവിനെ എല്ലാ ആളുകളിലും കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. Whether they accept or not, you just present Jesus. അവർ അംഗീകരിച്ചോ ഇല്ല എന്നുള്ളതല്ല, യേശുവിനെ അവിടെ മുമ്പിൽ പറയുക എന്നുള്ളതാണ്. Praise the Lord. ഹല്ലേലൂയ. We can be in a mission field every day. എല്ലാ ദിവസവും നമുക്ക് മിഷൻ ഫീൽഡിലായിരിക്കുവാൻ സാധിക്കും. Every human heart without Christ is a mission field. യേശു ഇല്ലാത്ത എല്ലാ ഹൃദയങ്ങളും നമ്മുടെ മിഷൻ ഫീൽഡുകളാണ്. If so, you can be in a mission field every day. എല്ലാ ദിവസവും നമുക്ക് മിഷൻ ഫീൽഡിലായിരിക്കുവാൻ സാധിക്കും. Hallelujah. ഹല്ലേലൂയ. Hallelujah. Hallelujah. Our responsibility is very high. നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. In India, 147 crores people. ഇന്ത്യയില് ഏതാണ്ട് 147 കോടി ജനങ്ങൾ താമസിക്കുകയാണ്. And 800 കോടി ജനങ്ങൾ, the whole world, 800 crores people. 800 കോടി ജനങ്ങൾ ലോകത്തിൽ ആകമാനം ജീവിക്കുന്നു. We are supposed to take this great burden in our heart. ഈ വലിയ ഭാരം നമ്മുടെ ഹൃദയങ്ങൾ നമ്മൾ Let സ്വീകരിക്കുന്നവരായിരിക്കണം. us think of quitting our comfort zones and do something for the Lord. നമ്മുടെ സൗകര്യങ്ങളെ വിട്ടിട്ട് പോകുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. When you are ready to leave the comfort zones, the Lord will use you mightily, I tell നമ്മൾ you. പോകുവാൻ തയ്യാറായാൽ നമ്മളെ ശക്തമായി ദൈവം ഉപയോഗിക്കും. Beyond your expectations, the Lord can use you. നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമായി ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ. Don't think about your limitations. നമ്മുടെ അത് ന്യൂനതകളെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. Don't think about your limitations in your life. നമ്മുടെ അത് ബലഹീന വശങ്ങളെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. Don't look into your life and say that I'm not able. ഒരുപക്ഷേ എനിക്ക് കഴിവില്ല എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. The Lord is not looking into your ability but your availability. നമ്മുടെ കഴിവിനെ അല്ല ദൈവം നോക്കുന്നത്, നിങ്ങൾ ദൈവകരങ്ങളിൽ സാധ്യതയുണ്ടോ എന്ന് ദൈവം നോക്കുകയാണ്. If you are available in the hands of the Lord will use you mightily. നിങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ ദൈവം ശക്തമായി നിങ്ങളെ ഉപയോഗിക്കുവാനിടയാണ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. As we were doing the mission works in North India 20 years ago, the Lord gave me clear vision to start a secular school. ഞാൻ കഴിഞ്ഞ 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെക്കുലർ സ്കൂൾ സ്ഥാപിക്കുവാൻ ദൈവം എനിക്ക് വിഷൻ നൽകുവാനിടയായി. Some of my friends asked whether it is your desire that you should start a school. ചില എന്റെ സുഹൃത്തുക്കൾ ചോദിച്ചു, നിനക്കൊരു ആഗ്രഹമുണ്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ, എന്നാൽ അത് നടക്കുമോ എന്ന് ചോദിച്ചു. But the Lord said, I have a plan, you just proceed. എന്നാൽ ദൈവം പറഞ്ഞു, നീ ചെയ്യുക, അത് നടക്കും. Some of my friends said, you will quit it after 2 years, you will not be able to continue because it's a big tough job. എന്നാൽ എന്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു, 2 വർഷമാകുമ്പോൾ നിർത്തും, ഇത് മുന്നോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞു. But
God had a plan. എന്നാൽ ദൈവത്തിനൊരു I ഉദ്ദേശമുണ്ടായിരുന്നു. had lot of limitations and lot of problems, but the Lord can turn all the problems into projects, He taught me. ധാരാളം പ്രശ്നങ്ങൾ, എന്നാൽ ആ പ്രശ്നങ്ങളെ പ്രോജക്റ്റുകളാക്കി ദൈവത്തിന് മാറ്റാൻ പറ്റുമെന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. God can turn your problems into projects. നമ്മുടെ പ്രശ്നങ്ങളെ ഒരു പ്രോജക്റ്റുകളാക്കി മാറ്റാൻ ദൈവത്തിന് When I was in a place, my children were not getting good education. I said, I want to give good education to my children. When my son was 3 years old, I launched a school for him. I will give him good education in my school. ഞാൻ ആയിരുന്ന സ്ഥലത്ത് നല്ല വിദ്യാഭ്യാസമില്ലായിരുന്നു. എന്റെ കുഞ്ഞിനെ He was 3 years old. 3 വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ അവന്റെ വിദ്യാഭ്യാസം അവിടെ നഷ്ടപ്പെടുവാനിടയായി. And we started the school to give him good education. ആ കുഞ്ഞിന് വേണ്ടി വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ഒരു സ്കൂൾ ഞങ്ങൾ ആരംഭിച്ചു. And 20 years passed, we are running our school with ICSE syllabus successfully, and hundreds and hundreds of students are blessed, and some 49 staff are receiving salary from us every month. കഴിഞ്ഞ 20 വർഷമായി ആ സ്കൂൾ ഞങ്ങൾ നടത്തുന്നു. 100 കണക്കിന് സ്റ്റുഡൻസ് അവിടെ പഠിച്ചിറങ്ങി. ICSE സിലബസിൽ ആ സ്ഥാപനം മനോഹരമായി മുന്നോട്ട് പോകുകയാണ്. From my school in our municipality, the first pilot came. Our graduate became a pilot. ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടി ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ ആദ്യത്തെ പൈലറ്റായി മാറുവാനിടയായി. And my son is doing MSc psychology in Kansas City, Missouri, USA, second year. USA മിസോറി യൂണിവേഴ്സിറ്റിയിൽ എന്റെ മകൻ MSc സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. What I come to say is that God has got no problems. He can do anything spontaneously, and He can do miracles for you. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തും വളരെ പെട്ടെന്ന് അത്ഭുതകരമായി ചെയ്യുവാൻ സാധിക്കും. He can do everything spontaneously for you if you obey the Lord. നിങ്ങൾ ദൈവത്തെ അനുസരിച്ചാൽ വളരെ പെട്ടെന്ന് ദൈവത്തിന് ചിലത് ചെയ്യുവാൻ Just you സാധിക്കും. need to be in the center of the will of God. That's it. ദൈവത്തിന്റെ ഹിതത്തിന്റെ മധ്യഭാഗത്ത് നിങ്ങൾ ഇരുന്നാൽ മാത്രം മതി. You need to be in the center of the will of God. ദൈവഹിതത്തിന്റെ മധ്യത്തിൽ നിങ്ങൾ ഇരുന്നാൽ മാത്രം What is the will of God in my life? That should be your request. എന്താണ് എന്നെ കുറിച്ചുള്ള ദൈവഹിതം, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. Hallelujah. 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 Jesus said, all authority is given unto me. കർത്താവ് പറയുകയാണ്, എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. Go and preach. നിങ്ങൾ പോയി പ്രസംഗിക്കുക. Go and make disciples. നിങ്ങൾ ശിഷ്യന്മാരെ Go ഉണ്ടാക്കിയെടുക്കുക. and give baptism. നിങ്ങൾ സ്നാനപ്പെടുത്തുക. Let us take that big challenge in our life. എന്നൊരു വെല്ലുവിളി പോലെ നമുക്കത് The സ്വീകരിക്കാം. Lord can do amazing things in our വളരെ life. അത്ഭുതകരമായ കാര്യങ്ങൾ ദൈവത്തിന് If ചെയ്യാൻ we can സാധിക്കും. surrender our life in the presence of God, He can turn your life into a miracle, I tell you. നിങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളെ സമർപ്പിച്ചാൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമാണ്. Hallelujah. 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 When I share from my experience. ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്റെ അനുഭവം ഞാൻ ഇതുപോലെ പറയാറുണ്ട്. God has a plan for every one of you. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെ കുറിച്ചും ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. Some of you may think that I am a bit aged. പ്രായമായെന്ന് കരുതുന്നുണ്ടായിരിക്കാം. Some of you may be thinking that I am a bit aged. I am not fit for ministry as pastor preachers. പ്രായമായി എനിക്ക് മിനിസ്ട്രി ചെയ്യാൻ പറ്റില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. Some of you may think that you may not have a good language. എനിക്ക് നല്ല ഭാഷ അറിയത്തില്ലെന്ന് Once ചിന്തിക്കുന്നുണ്ടായിരിക്കാം. a preacher has been preaching for 45 minutes. ഒരിക്കലൊരു പ്രസംഗിക്കുന്നയാൾ 45 മിനിറ്റ് പ്രസംഗിച്ചു. And some young men who were good educated people, they were sitting and writing something, noting down. നല്ല പഠിപ്പുള്ള ചെറുപ്പക്കാർ അവിടെ ഇരുന്നുകൊണ്ട് ചിലതൊക്കെ ഇങ്ങനെ എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. And as the pastor finished the preaching, the young men 2, 3, 4 came forward. ആ പാസ്റ്റർ പ്രസംഗം നിർത്തി കഴിഞ്ഞപ്പോൾ 3-4 ചെറുപ്പക്കാർ ഫ്രണ്ടിലോട്ട് വന്നു. And they said, Pastor, you preached 45 minutes. അവർ പറഞ്ഞു, പാസ്റ്ററെ താങ്കൾ 45 മിനിറ്റ് പ്രസംഗിച്ചു. But there were 75 grammar mistakes. അവർ പറഞ്ഞു 75ലധികം ഗ്രാമർ മിസ്റ്റേക്ക് ഈ 45 മിനിറ്റിലെ പ്രസംഗത്തിലുണ്ട്. Pastor said, that can be true. അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കാം. My English is a broken English. എന്റെ ഇംഗ്ലീഷ് വളരെ പരിതാപകരമായ ഒരു ഇംഗ്ലീഷാണ്. But with this broken English, in previous 30 years, I gained 4,000 people for the Lord. എന്നാൽ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 30 വർഷമായി 4000-ലധികം ആളുകളെ ഈ അഴുക്ക ഇംഗ്ലീഷ് കൊണ്ട് കർത്താവിന് വേണ്ടി ഞാൻ And you നേടുവാനിടയായി. guys got good English. What did you do for the Lord? What did you gain for the Lord? അദ്ദേഹം ചോദിച്ചു, നല്ല ഇംഗ്ലീഷുള്ള നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത്?
പറഞ്ഞിരിക്കുന്നത്. Language is not a hindrance to do the ministry. ഭാഷ ഒരിക്കലും ദൈവവേലയ്ക്ക് തടസ്സമല്ല. The Lord can teach you different languages too, I tell you. ദൈവത്തിന് നിങ്ങളെ ഭാഷ പഠിപ്പിക്കുവാൻ കഴിയും. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Let us dedicate our life in the presence of God. ഇന്ന് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് Let us പ്രാർത്ഥിക്കാം. receive the call of God in our life. ദൈവികമായ ഒരു വിളി നമുക്ക് ഇന്ന് പകൽ And the ഏറ്റെടുക്കാം. Lord says, go. കർത്താവ് പറയും, നിങ്ങൾ പുറപ്പെട്ടു പോവുക. Let us respond to the call of God. ആ ദൈവവിളിയുടെ മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. Let us say, Lord, here am I, send me. കർത്താവേ, അടിയനിതാ അടിയൻ അയക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് There പറയാം. is a song in English. ഇംഗ്ലീഷിൽ ഒരു പാട്ട് ഇങ്ങനെ പാടാറുണ്ട്. Day by day, I'll walk a little closer to my Lord. Day by day, day by day, day by day, I'll walk a little closer to my Lord. Day by day, day by day. Where he leads me, I will follow, I will follow. Where he sends me, I will go, I will go. Day by day, I'll walk a little closer to my Lord. Day by day, day by day. Day by day, I will walk a little closer to my Lord. ഓരോ ദിവസവും ദൈവത്തോട് അല്പം അല്പം ചേർന്നിരിക്കുവാൻ. Where he leads me, I will follow. Where he sends me, I will go. എവിടെയാണ് ദൈവം എന്നെ അയക്കുന്നത് അവിടെ ഞാൻ പോകുമെന്നുള്ളൊരു Where തീരുമാനം. he leads me, I will go. എവിടെ എന്നെയാണ് നയിക്കുന്നത് അവിടേക്ക് ഞാൻ Where he പോകുമെന്നുള്ള leads me, I തീരുമാനം. will follow him. എവിടെയാണ് എന്നെ കൊണ്ടുപോകുന്നത് അവിടെ ഞാൻ പോകുമെന്നുള്ളൊരു തീരുമാനം. Just like Philip. Let us have that decision in our life. ആ ഫിലിപ്പിനെ പോലെ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകലെടുക്കാം. May the Lord bless all of us through this short ഈ message. ചുരുങ്ങിയ വചനം കൊണ്ട് ദൈവം എല്ലാവരെയും All the അനുഗ്രഹിക്കുമാറാകട്ടെ. graduates of fourth graduation ceremony, be blessed in the name of Jesus. ഈ ഗ്രാജുവേഷൻ സർവീസിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും And I സർവശക്തൻ I അനുഗ്രഹിക്കുമാറാകട്ടെ. believe you will be doing amazing things in the coming. ഞാൻ വിശ്വസിക്കുന്നു വരുന്ന ദിവസങ്ങളിൽ വലിയ ശക്തമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. If you accept the call of the Lord, you will never be the same again, I tell you. നിങ്ങൾ ദൈവവിളി ഏറ്റെടുക്കുകയാണെങ്കിൽ അമാനുഷികമായ ചില കാര്യങ്ങൾ ദൈവം നിങ്ങളെ കൊണ്ട് You ചെയ്യും. will never be the same again. നിങ്ങൾ ഇതുപോലെ പഴയ ആളുകളായിരിക്കത്തില്ല. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. You will be a person different. നിങ്ങൾ ഒരു വ്യത്യാസമായ മനുഷ്യരായി മാറും. If you believe it, raise your hands and praise നിങ്ങൾ God. വിശ്വസിക്കുന്നെങ്കിൽ മാത്രം കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Hallelujah. ഹല്ലേലൂയ. May God bless you. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Please continue to pray for me and my ministries ഞങ്ങളെ ഞങ്ങളുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. and my wife and my 2 children. എന്റെ ഭാര്യ, എന്റെ 2 കുഞ്ഞുങ്ങൾ. My daughter is employed in Calcutta and supporting us in the ministry. എന്റെ മകള് കൽക്കട്ടയിൽ തന്നെ ജോലി ചെയ്യുന്നു. അവള് മിനിസ്ട്രിയെ സഹായിക്കുന്നു. Both my kids are into singing ministry and they are using their talents for the God. രണ്ടുപേരും അവര് ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ ഇരുന്നു കൊണ്ട് അവിടെ മുഴുകഴിവും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കും. Please pray for us. I'll be praying for you. നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും. Praise the Lord. Thank you, Pastor. Praise the Lord. Thank you.